ഗുപ്ത രാജവംശം. ഗുപ്ത രാജവംശ സ്ഥാപകൻ ശ്രീഗുപ്തൻ. AD 320 ഗുപ്തവർഷം തുടങ്ങിയത് ചന്ദ്രഗുപ്ത ഒന്നാമന്റെ കാലത്താണ്. ഗുപ്ത രാജവംശം വികാസം പ്രാപിച്ചത് സമുദ്രഗുപ്തന്റെ കാലത്താണ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് സമുദ്രഗുപ്തനെയാണ്. സമുദ്രഗുപ്തന്റെ പ്രധാനപ്പെട്ട ആസ്ഥാന കവി ഹരിസേനൻ. സമുദ്രഗുപ്തനെ കുറിച്ച് അറിവ് തരുന്ന ലിഖിതം അലഹബാദ് സ്തംഭ ലിഖിതം. ദക്ഷിണേന്ത്യയിലേക്ക് സാമ്രാജ്യം വ്യാപിപ്പിച്ച ഗുപ്തരാജാവ് സമുദ്രഗുപ്തൻ. വിക്രമാദിത്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുപ്ത രാജാവാണ് ചന്ദ്രഗുപ്ത രണ്ടാമൻ. കാളിദാസനും അമരസിംഹനും ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കൊട്ടാരത്തെയായിരുന്നു അലങ്കരിച്ചിരുന്നത്. ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ചത്. പുരാതന ഇന്ത്യയിലെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്ന കാലം ഗുപ്ത ഭരണകാലം. ഹർഷ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ഹർഷൻ. ഹർഷ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം കനൂജ്. ഹർഷനെ കുറിച്ച് വിവരിക്കുന്ന ഹർഷചരിതത്തിന്റെ കർത്താവ് ബാണഭട്ടൻ. ഹർഷന്റെ കാലത്താണ് ചൈനീസ് സഞ്ചാരിയായ ഹുയാങ് സാങ് ഇന്ത്യ സന്ദർശിച്ചത്. അജന്ത ചിത്രങ്ങൾ പിറന്നു വീണത് ഗുപ്ത കാലഘട്ടത്തിലാണ്. ചന്ദ്രഗുപ്തന്റെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന അമരസിംഹന്റെ കൃതി അമരകോശം. ആര്യഭട്ടീയത്തിന്റെ കർത്താവ് ആര്യഭട്ടൻ.